പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ദൈവ സാന്നിധ്യത്തെക്കുറിച്ച് എത്ര പറഞ്ഞാലും എനിക്ക് മതി വരില്ല. ചിലപ്പോൾ നമുക്ക് ദൈവത്തെക്കുറിച്ച് ഒരു കാഴ്ചപ്പാട്, അതും ഏറ്റവും ക്ലിയറായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് കിട്ടണമെങ്കിൽ അത് തീയിലും ജീവിതത്തിലെ പരീക്ഷാകാലത്തുമാണ്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് സന്തോഷം, സമാധാനം, ആരോഗ്യം, സ്വപ്നം ഒക്കെ ശത്രു മോഷ്ടിച്ചു കൊണ്ടുപോയാൽ അതെല്ലാം മടക്കി തരുന്ന ഒരു ദൈവമുണ്ട്. ഒരു കാര്യം എപ്പോഴും ഓർക്കണം, ദൈവം എന്നിലുണ്ട്. അവൻ എല്ലാം ശരിയാക്കി തീർക്കും. റൈറ്റ് സ്ഥലത്ത് റൈറ്റ് സമയത്ത് ദൈവം എല്ലാം നന്നായി ചെയ്യും. നീ എന്താണ് ഇപ്പോൾ ചെയ്യുന്നതെങ്കിലും, ജീവിതം എന്തൊക്കെ നിൻ്റെ മേൽ വെച്ചിടുന്നുണ്ടെങ്കിലും, ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലുണ്ടെന്ന് അല്പസമയം ക്വയറ്റായിരുന്ന് ഒന്ന് ചിന്തിച്ചേ. എത്ര ആശ്വാസമാണ്! നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊന്നും ദൈവത്തിന് ഒരു സർപ്രൈസ് അല്ല. God will still get you to where you are supposed to be. ദൈവം ആഗ്രഹിക്കുന്നിടത്ത് ദൈവ പൈതലേ, അവൻ നിന്നെ കൊണ്ട് എത്തിക്കുക തന്നെ ചെയ്യും. സ്തോത്രം. ഇന്ന് അല്പനേരത്തെ ചിന്തിക്കായിട്ട് യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളും ആകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയില്ല. ഈ ലോക ജീവിതത്തിൽ ഇന്നിപ്പോൾ ഏതെല്ലാം വിധത്തിലുള്ള അൺസർട്ടനിറ്റിയാണ് നാം ഫേസ് ചെയ്യുന്നത്, നാം കാണുന്നത്. കോവിഡ്-19 ഓരോ ദിവസവും എത്ര പേരിലേക്കാണ്, ഞാൻ പറയുന്നത് എനിക്ക് പരിചയമുള്ള എത്ര പേരിലേക്കാണ് ഓരോ ദിവസവും സ്പ്രെഡ് ചെയ്യുന്നത്. വഴിയടിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഈ നാളിൽ ഞാൻ പറയട്ടെ, നമ്മുടെ ഹെൽത്തിയസ്റ്റ് ചോയ്സ് എന്താണെന്ന് വെച്ചാൽ, യേശു കർത്താവ് നമ്മോട് എന്താണ് പറയുന്നതെന്ന് കേൾക്കുക, അവൻ്റെ അഡ്വൈസിൽ ആശ്രയിക്കുക. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 34-ാം വാക്യം. മാത്യു ചാപ്റ്റർ 6 വേഴ്സ് 34. അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത്, നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ. അതത് ദിവസത്തിന് അന്നന്നത്തെ ദോഷം മതി. ഈ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഇൻ ടൈംസ് ഓഫ് അൺസർട്ടനിറ്റി, ഈ വർത്തമാനകാലത്തെ വിഷയങ്ങളിൽ സന്തോഷം കണ്ടെത്തുക. പലരും ഫ്യൂച്ചറിലെ കാര്യം ഓർത്ത് ഭയപ്പെടുകയാണ് പതിവ്. അതുകൊണ്ട് എല്ലാറ്റിനും നന്ദി കരയിച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുക. നമ്മുടെ എല്ലാ നാളുകളെയും, ഓൾ ദ ടുമോറോസ്, ദൈവം കാണുന്നുണ്ട്. ആ നാളിലെല്ലാം ദൈവം നമ്മെ കരുതിക്കൊള്ളും. കുഞ്ഞെ, നിന്നെ കരുതിക്കൊള്ളും. തൻ്റെ സൃഷ്ടികളിൽ എല്ലാറ്റിനേക്കാളധികം ദൈവം സ്നേഹിക്കുന്നത് നമ്മെയാണ്. എത്ര വലിയ അനുഗ്രഹം, എത്ര റിയഷ്യൂറിങ് ഗിഫ്റ്റാണ് അതല്ലേ? ഇന്നും നാളെയും എല്ലാം ഒരുമിച്ച് അറിയുന്ന, കൺട്രോൾ ചെയ്യുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുകയും അവനോട് നന്ദിയുള്ളവരായി ജീവിക്കുകയും ചെയ്യുക. ഞാൻ തിരുവചനത്തിലെ ഒരു ഭാഗം നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. 1 ശമൂവേലിൻ്റെ പുസ്തകം 1-ാം അധ്യായം 9 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വളരെ സുപരിചിതമാണ്. 1 ശമൂവേൽ 1 പറയുമ്പോഴേ നമുക്ക് ഹന്നായെ ഓർമ്മ വന്ന് കാണും അല്ലേ? ഇങ്ങനെ പറയുന്നത്, ഹന്നായോട് അവളുടെ ഭർത്താവായ എൽക്കാന, ഹന്നേ, നീ എന്തിന് കരയുന്നു? എന്തിന് പട്ടിണി കിടക്കുന്നു? നീ വ്യസനിക്കുന്നത് എന്ത്? ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാൾ നന്നല്ലയോ എന്ന് പറഞ്ഞു. അവർ ശീലോവിൽ വെച്ച് തിന്നുകയും കുടിക്കുകയും ചെയ്ത ശേഷം ഹന്ന എഴുന്നേറ്റ് പോയി.
പുരോഹിതനായ ഏലി യഹോവയുടെ മന്ദിരത്തിൻ്റെ വാതിൽക്കൽ ആസനത്തിൽ ഇരിക്കുകയായിരുന്നു. അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ച് വളരെ കരഞ്ഞു. അവൾ ഒരു നേർച്ച നേർന്നു. സൈന്യങ്ങളുടെ യഹോവേ, അടിയൻ്റെ സങ്കടം നോക്കി അടിയനെ ഓർക്കുകയും അടിയനെ മറക്കാതെ ഒരു പുരുഷ സന്താനത്തെ നൽകുകയും ചെയ്താൽ അടിയൻ അവനെ അവൻ്റെ ജീവപര്യന്തം യഹോവയ്ക്ക് കൊടുക്കും. അവൻ്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടുകയുമില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ അവൾ യഹോവയുടെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഏലി അവളുടെ വായെ സൂക്ഷിച്ച് നോക്കി. ഹന്ന ഹൃദയം കൊണ്ട് സംസാരിച്ചതിനാൽ അവളുടെ അധരം അനങ്ങിയതല്ലാതെ ശബ്ദം കേൾപ്പാനില്ലായിരുന്നു. ആകയാൽ അവൾക്ക് ലഹരി പിടിച്ചിരിക്കുന്നുവെന്ന് ഏലിക്ക് തോന്നിപ്പോയി. ഏലി അവളോട്, നീ എത്രത്തോളം ലഹരി പിടിച്ചിരിക്കും? നിന്റെ വീഞ്ഞിറങ്ങട്ടെ എന്ന് പറഞ്ഞു. അതിന് ഹന്ന ഉത്തരം പറഞ്ഞത്, അങ്ങനെയല്ല യജമാനനെ, ഞാൻ മനോവ്യസനമുള്ള ഒരു സ്ത്രീ, ഞാൻ വീഞ്ഞോ മദ്യമോ കുടിച്ചിട്ടില്ല. യഹോവയുടെ സന്നിധിയിൽ എൻ്റെ ഹൃദയം പകരുകയത്രേ ചെയ്തത്. അടിയനെ ഒരു നീച സ്ത്രീയായി വിചാരിക്കരുതേ. അടിയൻ സങ്കടത്തിൻ്റെയും വ്യസനത്തിൻ്റെയും ആധിക്യം കൊണ്ടാകുന്നു സംസാരിച്ചത്. അതിന് ഏലി, സമാധാനത്തോടെ പോയി കൊള്ളുക. ഇസ്രായേലിൻ്റെ ദൈവത്തോട് നീ കഴിച്ച അപേക്ഷ അവൻ നിനക്ക് നൽകുമാറാകട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് അല്ലേ? അവൾക്ക് ഉത്തരം ലഭിച്ചോ? അവൾക്ക് ഉത്തരം ലഭിച്ചു. ദൈവം അവൾക്ക് ശമൂവേൽ ബാലനെ കൊടുത്തു. ദാൻ മുതൽ ബേർഷെബ വരെ അറിയുന്ന, പ്രൈസ് ഗാഡ്, ഒരു പ്രവാചകനെ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളോട് ഞാൻ പറയട്ടെ, നമ്മുടെ കർത്താവ് എത്ര വിശ്വസ്തനാണ്. പക്ഷെ അവനൊരു ടൈമുണ്ട്, ഒരു റൈറ്റ് ടൈം, ഒരു കറക്റ്റ് ടൈം, ഒരു പെർഫെക്റ്റ് ടൈം. ആ ടൈമിൽ അവൻ നമുക്ക് ഉത്തരം തരും. എന്നാൽ ഏത് പ്രതികൂല സാഹചര്യത്തിൻ്റെ മധ്യത്തിലും നമുക്ക് ദൈവസാന്നിധ്യം അനുഭവിപ്പാൻ കഴിയണം. കാരണം ഈ ദൈവസാന്നിധ്യമാണ് നമ്മെ ആശ്വസിപ്പിക്കുന്നതും നമ്മെ നിലനിർത്തുന്നതും. അപ്പോൾ പ്രാർത്ഥിച്ച് കരഞ്ഞ ഹന്നായിക്ക് നമുക്കറിയാം, ശമൂവേൽ ബാലനെ കിട്ടിയപ്പോൾ അവൾ യഹോവയെ മറന്നുപോയില്ല. അവൾ യഹോവയോട് എന്തു പറഞ്ഞോ, അവൾ അനുഭവിച്ച ദൈവസാന്നിധ്യം, ആ ദൈവസാന്നിധ്യത്തിലേക്ക്, ആലയത്തിലേക്ക് പൈതലിനെ അവൾ കൊടുത്തു. ഹല്ലേലൂയ! അവൻ അവിടെ വളർന്നു. ഈ നാളുകളിൽ ദ പ്രസൻസ് ഓഫ് ഗോഡ്, ഏത് മനോവ്യസനം വന്നാലും, ഏത് മനോഭീതി വന്നാലും, ഏത് തളർച്ച വന്നാലും, ഏത് ക്ഷീണം വന്നാലും, ഏത് വേദന വന്നാലും, ഏത് രോഗം വന്നാലും, ഏത് അവഗണന വന്നാലും, ഏത് ഒറ്റപ്പെടൽ വന്നാലും, പ്രിയ ദൈവപൈതലേ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, എല്ലാത്തിനും ഉത്തരം നമുക്ക് ലഭിക്കുന്നത് ദൈവ സാന്നിധ്യത്തിലാണ്. ഞാൻ പലപ്പോഴും ഹന്നായുടെ കാര്യങ്ങൾ വായിക്കുമ്പോൾ എൻ്റെ ഹൃദയം അവളോട് ചേർന്ന് പോകാറുണ്ട്. ദൈവം തന്നെയാണ് അവളെ ബാരനാക്കി വെച്ചിരുന്നത് അല്ലേ? അവളുടെ പ്രതിയോഗി പെനീന, അവൾക്ക് പല മക്കളുണ്ടായിരുന്നു അല്ലേ? ഹന്നായെ അവൾ എപ്പോഴും കുത്തി നോവിപ്പിക്കുമായിരുന്നു. എന്നാൽ മക്കളില്ലായിരുന്ന ഹന്നായുടെ ഹൃദയത്തെ പൂർണ്ണ സന്തോഷത്തിലേക്ക് കൊണ്ടുവരുവാൻ കർത്താവിന് കഴിഞ്ഞു, ദൈവത്തിന് കഴിഞ്ഞു. പക്ഷെ തൻ്റെ ഭർത്താവിന് കഴിഞ്ഞില്ല. ഭർത്താവ് ചോദിക്കുന്നുണ്ടല്ലോ, ഞാൻ 10 പുത്രന്മാരെ കഴിഞ്ഞും വിശേഷതയുള്ളവനല്ലേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നില്ലേ? 10 പുത്രന്മാരുള്ളതിനെ കഴിഞ്ഞ കൂടി ഞാൻ നിന്നെ സ്നേഹിക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഹന്ന അവളുടെ ഹൃദയത്തിലെ ആഗ്രഹം ദൈവത്തിൻ്റെ സന്നിധിയിൽ അറിയിച്ച് അതിൽ നിന്ന് ഉത്തരം കിട്ടുവാൻ വേണ്ടിയാണ് അവൾ ആഗ്രഹിച്ചത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എപ്പോഴും ഒരു ശൂന്യത തൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. അവൾ ശിലോവിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരിക്കൽ അവൾ ദൈവസന്നിധിയിലേക്ക് പോയി ഒരു നേർച്ച ദൈവത്തോടങ്ങ് നേർന്നു, അല്ലെങ്കിൽ ഒരു തീരുമാനം അവൾ ദൈവസന്നിധിയിൽ എടുത്തു. ഒരു തീരുമാനം, അങ്ങനെ ഞാൻ പറയട്ടെ, ഒരു തീരുമാനം. എപ്പോഴും ദൈവമക്കളെ, ദൈവസന്നിധിയിൽ നാം എടുക്കുന്ന തീരുമാനം, ദൈവസന്നിധിയിൽ നാം എടുക്കുന്ന ഡിസിഷൻസ്, അതാണ് നമ്മെ ദൈവത്തിൻ്റെ നന്മയുള്ള, പൂർണ്ണതയുള്ള, ദൈവപ്രസാദമുള്ള ആഹിതത്തിലേക്ക് നമ്മെ വഴി നടത്തുന്നത്. സ്തോത്രം, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഇവൾ പ്രാർത്ഥിച്ചതും വിഷമിച്ചതും ഒന്നും, ഹല്ലേലൂയ, സ്തോത്രം, വേറെ ആരും കണ്ടില്ലെങ്കിലും കണ്ടൊരു ദൈവമുണ്ട്. എന്നാൽ കണ്ട വേറൊരു വ്യക്തിയായിരുന്നു ഏലി പുരോഹിതൻ. ഏലി പുരോഹിതൻ എന്തുവാ പറഞ്ഞത്? ഏലി പുരോഹിതൻ പറഞ്ഞു, വീഞ്ഞ് ഇറങ്ങട്ടെ.
അതായത് അവൾക്ക് ലഹരി പിടിച്ചിരിക്കുവാണെന്ന് തോന്നി. ഹന്ന അനുഭവിക്കുന്ന ദുഃഖം നല്ലവണ്ണം അറിയാമെന്ന ഒരു ദൈവമുണ്ടായിരുന്നു. അവൾ ആഗ്രഹിച്ചിരുന്ന ആ ഡെലിവറൻസ് ദൈവത്തിൽ നിന്ന് തീർച്ചയായും വരുമെന്ന് അവൾ വിശ്വസിച്ചു. അവളുടെ ഫെർവെന്റ് പ്രയർ അവൾ ദൈവമുമ്പാകെ കഴിച്ചു. അവിടെ എഴുതിയിരിക്കുന്നത്, തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന, അവൾ അവളുടെ ഹൃദയം ദൈവസന്നിധിയിൽ പകർന്നു. ആമേൻ, പ്രൈസ് ലോർഡ്. ഏലി പുരോഹിതനോട് അവളുടെ മനോവ്യസനം അത് മൂലമായിട്ടാണ് താൻ ചെയ്തതെന്ന് അവൾ കൺഫ്യസ് ചെയ്ത് പറഞ്ഞു. തകർന്ന അവൾക്കുറപ്പുണ്ടായിരുന്നു ദൈവം അവളെ കേൾക്കുമെന്ന്. ദൈവം ആഴമായി ഹന്നായെ സ്നേഹിച്ചിരുന്നു. അവളുടെ ദുഃഖം ദൈവം മാറ്റിക്കൊടുത്തു. അവളുടെ ശൂന്യത ദൈവം മാറ്റിക്കൊടുത്തു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളോട് ഞാൻ പറയട്ടെ, ഏതെങ്കിലും വിഷയത്തിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഒരു മറുപടി കിട്ടുന്നതിനേക്കാൾ നല്ലത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് ചെന്ന് ചില തീരുമാനത്തോടെ ഭാരം യഹോവയുടെ മേൽ വെക്കുക. എപ്പോൾ ഭാരം വന്നാലും ഓടി ദൈവസന്നിധിയിലേക്ക് ചെല്ലുക. ഭയം നമ്മെ കീഴ്പ്പെടുത്തുവാൻ ഇടയാകരുത്. ഒരിക്കലും ഭയം നമ്മുടെ മേൽ ജയമെടുപ്പാൻ ഇടയാകരുത്. അവൾ അങ്ങനെ ദൈവസന്നിധിയിൽ കരഞ്ഞു. ദൈവം അവളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുത്തു. ആ ദൈവ സാന്നിധ്യത്തിലേക്ക് കടന്നില്ലെന്ന നമ്മൾ ഓരോരുത്തർക്കും ഉത്തരം തരുവാൻ തക്കവണ്ണം പ്രാപ്തനായ ദൈവമാണ്. കണ്ണുരടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ വാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ദൈവത്തിൻ്റെ സാന്നിധ്യം ഞങ്ങൾക്ക് വേണം. നിന്നോട് പറ്റിയിരുന്നാൽ നീ ഞങ്ങളെ വിടുവിക്കുമല്ലോ. കർത്താവേ, ഞങ്ങൾ ചിന്തയ്ക്കായി എടുത്ത വാക്യത്തിൽ പറയുന്നത് പോലെ കൊമ്പ് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ ഫലം കായ്ക്കത്തില്ല. അതുകൊണ്ട് സൽഫലങ്ങളെ കായ്പാൻ കർത്താവേ, നിൻ്റെ സാന്നിധ്യം നീ ഞങ്ങൾക്ക് തരണം. നിൻ്റെ സാന്നിധ്യത്തിലേക്ക് ഞങ്ങൾ ഓടിയണയുവാണ് ഇന്ന്. കർത്താവേ, ഈ ഡിവോഷണൽ സ്റ്റഡി കേട്ട എല്ലാ ദൈവമക്കളെയും നിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഏത് വിഷയത്തിൽ അവർ ഭാരപ്പെടുന്നു ആ വിഷയത്തെ ഭയം കവർന്നെടുക്കാതെ വണ്ണം മനോവ്യസനത്തോടെയാണെങ്കിലും ദൈവസന്നിധിയിൽ ചെന്നത് ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ പറയുമ്പോൾ ദൈവം ഞങ്ങൾക്ക് ഉത്തരം തരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യാൻ പോകുന്നതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.